this evening. ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും കൂടെ കുറച്ച് മിക്സ് ചെയ്ത് പറയുന്നതിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. ഇതൊരു വലിയ ടോപ്പിക്കാണ്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ ടോപ്പിക്. ഐ എം ജസ്റ്റ് സോ പ്രൗഡ്. ഇങ്ങനെ നാട്ടിലെ കോളേജില് ഇതൊക്കെ ഫോർമലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഒത്തിരി സ്റ്റുഡൻസ് ഒക്കെ അതിൽ ജോയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതിലൊക്കെ റിയലി പ്രൗഡ് തിങ് ടു സീ. ഞങ്ങളൊക്കെ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ ഈ വുമൻ സ്റ്റഡീസ് ഒക്കെ കേരളത്തിലൊക്കെ എന്ന് വന്ന് നോർമൽ റെഗുലർ കോളേജസിൽ വരും എന്നൊക്കെ. സോ ഇറ്റ് ഈസ് വണ്ടർഫുൾ ടു സീ ദാറ്റ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ആൻഡ് ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ആർ ജോയിനിങ് ഫോർ ദിസ് കോഴ്സസ്. അപ്പൊ ഇന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, സിൻസ് എനിക്കിപ്പോ ഫോണിലായതുകൊണ്ട് ഐ വോണ്ട് ബി ഷെയറിങ് മൈ പവർ പോയിന്റ് വിത്ത് യു, പക്ഷെ ഞാൻ ലേറ്റർ ഓൺ പ്രൊഫസർ ജിജിക്ക് ഇത് അയച്ചോളാം. സോ യു ക്യാൻ ഹാവ് എ ലൈക്ക് ഇഫ് എനി ഓഫ് ദ ലിങ്ക്സ് ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടെങ്കിൽ സോ യു ക്യാൻ ഡു ഇറ്റ്. സോ ഹൗ വി ആർ ഗോയിങ് ടു ഡു ഇന്നത്തെ ഈ ഒരു മണിക്കൂർ ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഈ ഒരു മണിക്കൂറിൽ ഓൾറെഡി നമ്മൾ 10 minutes പോയി. സോ ഇനിയുള്ള 50 minutes what we are going to do, ഇപ്പൊ ഈ ജെൻഡർ എക്വിറ്റി അല്ലെങ്കിൽ ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് നമ്മൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് മെഷർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഞങ്ങളിവിടെ സംസാരിക്കുമ്പോൾ വരുന്ന ഒരു വലിയ ചോദ്യമാണ്, അതൊക്കെ ഇപ്പൊ റെലവെന്റ് ആണോ, നമ്മളൊക്കെ ഒത്തിരി പ്രോഗ്രസ് ആയില്ലേ, അത് ഒരു ചോദ്യം. പിന്നെ നമുക്കൊക്കെ എന്തെങ്കിലും റോൾ ഉണ്ടോ, കാരണം നമ്മളൊക്കെ ഇങ്ങനെ എല്ലാം വളരെ പോസിറ്റീവായിട്ടും പ്രോഗ്രസീവായിട്ടും ചിന്തിക്കുന്നതുകൊണ്ട് ഡു ഐ ഹാവ് എ റോൾ ടു പ്ലേ ഇൻ ഇറ്റ്. അതാണ് ഈ 3 കാര്യമേ ഞാൻ ഇന്ന് ഈ പറഞ്ഞ ഈ 50 minute കൊണ്ട് ചെയ്യാൻ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ ഞാൻ 20 minute സംസാരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇറ്റ്സ് ടു യു ഗൈസ്. നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം അറിയാമെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഇഫ് യു ഹാവ് ക്വസ്റ്റ്യൻസ് ദെൻ വി ക്യാൻ ഡിസ്കസ്. കാരണം എപ്പോഴും ഇങ്ങനെയുള്ള ഒരു ടോപ്പിക്കില് വലിയ ഒരു കുറവ് നമ്മൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നമുക്ക് ഡിസ്കഷനിലൂടെയാണ് നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ വി ഓൾവേസ് ഇൻവൈറ്റ് ദ സ്റ്റുഡൻസ് ടു ആസ്ക് ദ ക്വസ്റ്റ്യൻസ്. കാരണം നമ്മൾ ഇതൊരു സേഫ് സ്പേസ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു സേഫ് സ്പേസിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും അവിടെ കറക്റ്റ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പിന്നെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ധൈര്യമില്ല, നമ്മൾ റൈറ്റ് ആണോ റോങ് ആണോ, എപ്പോഴും ദാറ്റ് വിൽ ബി ഓൺ അവർ മൈൻഡ്. അപ്പൊ ഇവിടെ ഈ ജെൻഡർ സ്റ്റഡീസ് എന്ന് പറയുന്നത് എല്ലാ യൂണിവേഴ്സിറ്റിയിലും അല്ലെങ്കിൽ എല്ലാ കോളേജിലും ഉള്ള പ്രോഗ്രാമാണ്, സോഷ്യൽ സയൻസസ് സ്ട്രീമില്. അപ്പോൾ എൻ്റെ ഒരു ഭയങ്കര ഫേവറേറ്റ് ടോപ്പിക്കുമാണ്. അപ്പോ അതിനുള്ള ഒരു കാരണം ഞാൻ പറയാം. നോട്ട് ബിക്കോസ് പലരും ജെൻഡർ എന്ന് പറയുമ്പോൾ ഓ അത് ഫെമിനിസം, അത് ഫെമിനിസം എന്ന് നമ്മൾ ആ ഭാഷയിൽ ഉപയോഗിക്കുമ്പോൾ അതിലെന്തോ കുറവുണ്ടല്ലേ, അതെന്തോ ഒരു തെറ്റാണെന്നുള്ള ഒരു ചിന്ത. അപ്പോൾ ആദ്യത്തെ 3 പോയിന്റ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എന്താണ് ജെൻഡർ, എന്താണ് ഫെമിനിസം, എന്താണ് എക്വിറ്റി. അല്ലെങ്കിൽ എക്വിറ്റി എന്ന് എനിക്ക് മലയാളത്തിൽ അതിനൊരു വാക്ക് എനിക്ക് ഓർക്കുന്നില്ല ഇപ്പോ. ഇല്ലെങ്കിൽ എന്താണ് എക്വിറ്റി വേഴ്സസ് ഇനെക്വാലിറ്റി. കാരണം നമ്മൾ ഇനെക്വാലിറ്റി എന്ന് എപ്പോഴും കേൾക്കും, അത് അസമത്വം എന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നു മലയാളത്തിൽ അതിന്റെ വാക്ക്. അപ്പൊ ഈ ഫെമിനിസം എന്നുള്ള വാക്ക് കേൾക്കുമ്പം ഞാൻ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വാച്ച് ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ്, ഫെമിനിസ്റ്റ് കേൾക്കുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഓ അവളൊരു ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ അവനൊരു ഫെമിനിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അതെന്തോ വലിയ തെറ്റുമാതിരി. അപ്പൊ ഇത് വരുന്നത് അത് ശരിയായിട്ടുള്ള അതിന്റെ ആ ഒരു ഡെഫിനിഷൻ മനസ്സിലാക്കാനിട്ടാണ്. അപ്പൊ ഈ ഫെമിനിസം എന്ന് പറയുന്നത് ഒരു അനാലിസിസ് ഓഫ് ജെൻഡർ. അപ്പൊ ഈ അനാലിസിസ് ഓഫ് ജെൻഡർ ആസ് എ സൈറ്റ് ഓഫ് ഡിഫറൻസ് ആൻഡ് ഇനെക്വിറ്റി അതെന്താണെന്ന് ഇപ്പൊ നമ്മളൊരു അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അൺഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വർക്ക് പ്ലേസ് ആയിക്കോട്ടെ, വീടുകളിലായിക്കോട്ടെ, ഇല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലായിക്കോട്ടെ. അപ്പോൾ നമ്മൾക്കെല്ലാം ജെൻഡർ ബൈനറീസ് ഉണ്ട്. നമ്മൾ പിന്നെ ഒരു തേർഡ് നോൺ ജെൻഡർ ബൈനറി ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മളിപ്പോ പറയും. അപ്പൊ ഈ എക്വിറ്റി ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് യൂഷ്വലി അത് രണ്ടും ഒന്നാന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ആൾക്കാർ പറയുന്നത്. ഇപ്പൊ ഒരാളുടെ ജെൻഡർ വെച്ചിട്ട് ഓക്കെ നീ ഇന്ന സ്ഥലത്തു നിന്നുള്ള ഇന്ന ആളല്ലേ, അതുകൊണ്ട് നിനക്ക് ഇത്രയും
salary day. That's only you get. Even if you are working the same job as somebody, ഞാനൊരു എക്സാമ്പിൾ പറയാം, you don't get paid equal. അപ്പോൾ അത് നമ്മുടെ പോളിസീസ് ഇല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം അത് സപ്പോർട്ട് ചെയ്ത് ഇല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ ഉണ്ടാക്കി വെക്കുമ്പോൾ അതൊരു എക്വിറ്റി ഇഷ്യൂ ആയി. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചറിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ട് തരത്തിലുള്ള വേജ് സ്കെയില്, സാലറി സിസ്റ്റമാണ്. അതല്ലെങ്കിൽ നമ്മളൊരു ഗവൺമെന്റ് ഓഫീസ് ചെന്നു, അപ്പോ ഇങ്ങനെ സ്ത്രീകളെയും പുരുഷന്മാരെയും ഇല്ലെങ്കിൽ ഹൗ ഫാസ്റ്റ് ഓർ ഹൗ ക്വിക്ക് സംതിങ് ഈസ് ലുക്ക്ഡ് അറ്റ് ഈസ് ബേസ്ഡ് ഓൺ ആ പേഴ്സൺ എവിടെ നിന്നാണ് വരുന്നത്, ഇല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങള് ഇല്ല ഒരാൾക്ക് ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് വരുമ്പോൾ അതൊരു എക്വിറ്റി ഇഷ്യൂ ആണ്. ഇനെക്വാലിറ്റി എന്ന് പറയുമ്പോൾ അത് ഒരു ഫുൾ സിസ്റ്റത്തില് ഇപ്പൊ നമ്മൾ പുരുഷന്മാർ സ്ത്രീകൾക്ക് ഇത്രയും ശതമാനം ഇതുള്ളൂ, അപ്പൊ എല്ലാ സ്ത്രീകളുടെയും കാര്യമാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഇതിന്റെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ലാർജ് സ്കെയിലിൽ നോക്കുമ്പോൾ. പക്ഷേ ഈ എക്വിറ്റി ഇഷ്യൂ ആണ് നമ്മൾ എന്താ പറയുന്നത്, ചില നമ്മളൊക്കെ ഒരു ക്ലാസ് സിസ്റ്റത്തിൽ നിന്നല്ല ഒരു കാസ്റ്റ് സിസ്റ്റത്തിൽ നിന്നൊക്കെ അതിൻ്റെയൊക്കെ ആഫ്റ്റർമാത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്കിപ്പോ പണ്ടത്തെ ഒരു എക്സാമ്പിൾ ആയത്, പക്ഷേ ഐ വുഡ് തിങ്ക് ഇറ്റ് ഈസ് സ്റ്റിൽ റെലവെന്റ്. ഇപ്പൊ ഒരു എക്വിറ്റി ഇഷ്യൂ ഒരു ചൈൽഡിനെ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. സോ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് മീഡിയം സ്കൂൾസ് ആയിരുന്നു പണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന്. അപ്പൊ ഈ രണ്ട് തരം മീഡിയം സ്കൂളില് ഒരു ഫുൾ ഇംഗ്ലീഷ് മീഡിയം പ്രൈവറ്റ് സ്കൂളില് ഒരു കുട്ടീനെ ഒരു പേരന്റിന് വിടണമെങ്കിൽ ദേ നീഡ് ടു ഹാവ് എ സർട്ടൻ എന്താ പറയുന്നത് ഇൻകം വേണം. അതുപോലെ അവർക്ക് അതിനുള്ള സപ്പോർട്ട് സിസ്റ്റം വേണം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു സാധാരണ മീഡിയം സ്കൂളിൽ, ഒരു മലയാളം മീഡിയം സ്കൂളിൽ ഫുൾ മലയാളം പഠിച്ചു വരുന്ന കൊച്ചിനും ആ കൊച്ചും നന്നായിട്ട് പഠിക്കുമായിരിക്കും. ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകുന്ന കൊച്ചും, രണ്ട് കുട്ടികളും പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ച് കോളേജിലോട്ട് ചെല്ലുന്നു. ഇപ്പൊ കോളേജിൽ വരുമ്പോൾ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇസ് ഇൻ ഇംഗ്ലീഷ്. സർട്ടൻ ടോപ്പിക്സിൽ എനിക്ക് അറിഞ്ഞുകൂടാ, ഇപ്പൊ കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നാണ്. അപ്പൊ ആ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്ന കൊച്ചിന് ഓൾറെഡി ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ലെവലിലോട്ട് വരുമ്പോൾ, സോ നമ്മൾ ബേസിക് ഡിഗ്രി കഴിഞ്ഞു ഒരു പ്രൊഫഷണൽ ഡിഗ്രിയോ അല്ലെങ്കിൽ ഇപ്പോ കേരളത്തിൽ വെളിയിലോട്ടൊക്കെ വരുമ്പോൾ ഈ മലയാളം മീഡിയത്തിൽ പഠിച്ച കൊച്ച് ഡബിൾ എഫേർട്ട് ഇട്ടാലേ ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊച്ചിന്റെ ആ ലാംഗ്വേജ് ആക്സസ് വരുന്നുള്ളൂ. അപ്പൊ അതൊരു ആക്സസ് ഇഷ്യൂ ആണ്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ, ഓൾദോ then we are looking at these two people, പക്ഷേ ആ ഒറിജിൻ is this child goes to this particular school for whatever reason. അപ്പോ ആ educational system is not there to support the student who didn't have that language access. അപ്പൊ അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ളത് മേ ബി ദിസ് ചൈൽഡ് ഡിഡ്ന്റ് ഹാവ് ഓർ ദ പേരൻസ് ഡിഡ്ന്റ് ഹാവ് ദ ഇൻകം ടു സെൻഡ് ദ ചൈൽഡ് ടു ദ പ്രൈവറ്റ് സ്കൂൾ. അപ്പൊ ആ ഇൻകവും എഡ്യൂക്കേഷണൽ സിസ്റ്റവും ഈ സ്റ്റുഡൻറ്റിന്റെ ഔട്ട്കവും ക്ലോസ്ലി കണക്റ്റഡ് ആണ്. അപ്പൊ അങ്ങനെയാണ് ഈ എക്വിറ്റി ഇഷ്യൂസും അല്ലെങ്കിൽ ജെൻഡർ ഇഷ്യൂസും നമ്മൾ കാണേണ്ടത്. അതുപോലെ നമ്മൾ വേറെ ഒരു കാര്യം, ഇപ്പൊ ഞാൻ ഏർലി പറഞ്ഞു ജെൻഡർ ബൈനറി. നമ്മൾ എപ്പോഴും 2 types ഓഫ് ജെൻഡർ, സ്ത്രീകള് പുരുഷന്മാർ അങ്ങനെയാണ് സംസാരിക്കുന്നത്. പക്ഷെ there are നോൺ ബൈനറി. അപ്പൊ ഈ നോൺ ബൈനറി എന്ന് പറയുമ്പോൾ നമ്മളുടെ നാട്ടിൽ വളരെ കുറവായിട്ട്, പണ്ട് ഇപ്പൊ ഒക്കെ അങ്ങനെയൊന്നും ആരും പറയുന്നില്ലായിരിക്കും. ഞാനിങ്ങനെ പറയുന്ന ചില ലാംഗ്വേജ് നിങ്ങൾ ഡോണ്ട് ഗെറ്റ് മീ റോങ്, അങ്ങനെയാണ് ഒരു കൊളോക്കിയൽ ഭാഷയില് ആൾക്കാര് പറയുന്നത്. അവൻ ഒരു ആണും പെണ്ണും കെട്ടവൻ, മീൻസ് ഹീസ് എ തേർഡ് ജെൻഡർ നോൺ ബൈനറി. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? അങ്ങനെയുള്ള ലാംഗ്വേജ് നമ്മൾ കേൾക്കുമ്പോ ഈ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ നോൺ ബൈനറി ആയിട്ടുള്ള ആൾക്കാര് ദേ ആർ റോങ്, ദേ ആർ ഡീവിയന്റ് എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട്. സോ അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഞാൻ എർലി തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു ഇപ്പൊ ഇതൊക്കെ റെലവെന്റ് ആണോ? സോ ഇതെല്ലാം റെലവെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പോ വി ഹാവ് ടു ലുക്ക് അറ്റ് നമ്മുടെ ലോക്കൽ സിസ്റ്റം, നമ്മുടെ ഇൻഡിവിജ്വൽ സിസ്റ്റം, പിന്നെ നമ്മുടെ സോഷ്യൽ ആസ് എ ബിഗർ പിക്ചർ എന്ന് പറഞ്ഞാൽ ദർ ഇസ് 3 സ്കെയിലാണ്. നമ്മുടെ ഇൻഡിവിജ്വൽ സ്കെയിലുണ്ട്, പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി സ്കെയിലുണ്ട്, പിന്നെ നമ്മുടെ ഗ്ലോബൽ സ്കെയിലുണ്ട്. അപ്പൊ നമ്മള് ഇൻഡിവിജ്വൽ സ്കെയിൽ എന്ന് പറയുന്നത് നമ്മുടെ ലോക്കൽ
there are ഞാൻ പറഞ്ഞില്ലേ ജെൻഡർ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ സൈഡ്സ് ഓഫ് ഡിഫറൻസ്. അപ്പൊ അതിനുള്ള കുറച്ച് സയൻസ്, കാരണം ഗിവൻ നമുക്ക് ഇത്രയും കുറച്ച് സമയം ഉള്ളത് കൊണ്ട് ഞാൻ പറയാം. ലെറ്റ് us look at how our media portray men and women, and how our literature specify or define women's place and men's place in the ഇത്. പിന്നെ നമ്മൾ ടി വി ഇല്ലെങ്കിൽ മൂവീസ്, വേർ ഈസ് ദാറ്റ് ഫിറ്റ് ദ വുമൻ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ലുകൾ ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഞാൻ ഒരു കാര്യം പറയാം. അപ്പൊ പിന്നെ സ്ത്രീകള് നമ്മൾ എന്തൊക്കെയാണ്, ഞങ്ങളിവിടെ ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യം, അതൊന്നും കുടുംബത്തിൽ പറഞ്ഞവർക്ക് പറ്റുന്നതല്ല. സോ വെൻ യു സേ ദാറ്റ് യു ആർ ടെല്ലിങ് സംബഡി യു കനോട്ട് ലാഫ് ലൗഡ്, യു കനോട്ട് സ്പീക്ക് ലൗഡ്, അപ്പൊ ദാറ്റ് ഈസ് റോങ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ വലിയൊരു ചോദ്യം, ഹൗ നോളജ് ഈസ് ക്രിയേറ്റഡ്, എങ്ങനെയാണ് ഒരു കുഞ്ഞ് ഹു ഈസ് ബോൺ ഫ്രീ റിസീവ് സച്ച് നോളജ്. അപ്പൊ അത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റും ഉള്ള ഇതിൽ നിന്നാണ്. ഇപ്പൊ നമ്മൾ പറയും ദിസ് ഈസ്, ഇപ്പോ ഇതൊന്നും റെലവെന്റ് അല്ലെന്ന് പറഞ്ഞാലും വെൻ വി ഹിയർ സച്ച് തിങ് we don't take action, we don't talk about it because we think it is normal. അപ്പൊ കുറച്ച് അങ്ങനെയുള്ള ലോക്കൽ ലാംഗ്വേജസ് പണ്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കേൾക്കുമ്പോ എനിക്കിപ്പോഴും എന്തോ തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ്. പെടക്കോഴി കൂവരുത്. ദിസ് ഈസ് ഫോർ യു ടു തിങ്ക് അബൌട്ട് വെൻ യു ഹിയർ നെക്സ്റ്റ് ടൈം. What would be your reaction? എനിക്കൊരു ഹോംവർക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, that for you to take it back. ചെമ്മീൻ ചാടിയാൽ മുട്ടോളം അല്ലേൽ ചട്ടിയില്. പിന്നെ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ദിസ് ഈസ് കണക്റ്റഡ് ടു അബ്യൂസും വയലൻസും ഒക്കെ ഒത്തിരി നമ്മുടെ സമൂഹത്തില് ഹിഡൻ ആവാനുള്ള ഒരു കാര്യം ഇതാണ്. ഇല മുള്ളിൽ വീണാലും മുള്ള ഇലയിൽ വീണാലും ഇലയ്ക്ക് കേട്. ഐ എം ഷുവർ യു ഓൾ ഹേർഡ് ദിസ്. അപ്പൊ അത് ആ ഒരു particular ഈ സേയിങ്, ഇറ്റ് ഈസ് ടു സേ പെണ്ണ് അല്ലെങ്കിൽ പെൺകുട്ടി, സ്ത്രീയെ, you always have to be careful. Or if something happens to you, if you are abused or something happens, you are not supposed to say it. കാരണം പറഞ്ഞാല് അത് നിനക്ക് തന്നെ മോശം. ഇപ്പൊ അതിന് വ്യത്യാസം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒത്തിരി ഷെയ്മിങ് ഇങ്ങനെ ലൈക്ക് ഞാനിങ്ങനെ ഒരു മീഡിയ ഒത്തിരി വാച്ച് ചെയ്യുന്ന ഒരാളാണ്, ജസ്റ്റ് ന്യൂസ് പേപ്പറിലൊക്കെ. അപ്പോൾ ആൾക്കാർ ഈ റീസെന്റ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇവിടെ ചോദിക്കും, എന്താ ഇന്ത്യയിൽ ഇപ്പൊ ഒത്തിരി വയലൻസ് നടക്കുന്നുണ്ടോ ലൈക്ക് സ്ത്രീകൾക്കെതിരെ. ഇറ്റ്സ് നോട്ട് ദാറ്റ് വയലൻസ് ഇമ്മീഡിയറ്റ്ലി, ഐ ഡോണ്ട് ബിലീവ് വയലൻസ് ഇമ്മീഡിയറ്റ്ലി ഇൻക്രീസ്ഡ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പോ ഇറ്റ് കംസ് ഔട്ട് ലിറ്റിൽ ബിറ്റ് മോർ. അപ്പോ ന്യൂസ് പേപ്പറുകൾ അല്ലെങ്കിൽ മീഡിയ ഒക്കെ കുറെ കൂടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ ആ വരുന്ന ആൾക്കാർക്ക്, ഈ വിക്ടിംസിന് ജസ്റ്റിസ് കിട്ടുന്നുണ്ടോ? ദാറ്റ് വി വിൽ ലുക്ക് അറ്റ് ഇൻ എ സെക്കൻഡ്. എങ്ങനെയാണ് സിസ്റ്റം ഇത് പിന്നെയും കൺട്രോൾ ചെയ്യുന്നതെന്ന്. ദിസ് ഈസ് ടു ഡു വിത്ത് ആക്സസ്. പിന്നെ ആൺകുട്ടികൾക്ക് പർട്ടിക്കുലർ പ്ലേസ്, ഒരു 4 വയസ്സ് ഒരു 3 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ കോൺസ്റ്റന്റ്ലി ഒരാള് ഒരു കുഞ്ഞിനോട് പറയാ, നീ പെണ്ണാണ്, ഡോണ്ട് ഫൊർഗെറ്റ്, നീ ആൺകുട്ടിയാ, കരയരുത്, ആ പെണ്ണിനെ കണ്ടു പഠിക്കുക, അവള് പെണ്ണല്ലേ, എന്നിട്ട് അവള് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ റെഗുലർ ഡേ ടു ഡേ ഭാഷയില് വീട്ടില് ഇല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ചുറ്റും ഉപയോഗിക്കുന്ന ഭാഷകള് എങ്ങനെ ഒരു ഒപ്രഷൻ, സൈറ്റ് ഓഫ് ഒപ്രഷൻ ആവുന്നു എന്നുള്ളത്. അതുപോലെ നമ്മള് വേറൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ചിലപ്പം അമ്മയ്ക്ക് ജോലിയില്ല, അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല, നമ്മൾ ചോദിക്കും വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇല്ല ഷീസ് ഹൗസ് വൈഫ്. ഇല്ല ഷീസ് ഹൗസ് വൈഫ് എന്ന് പറയുമ്പോ യു ആർ ആക്ച്വലി കംപ്ലീറ്റ്ലി forgetting the hours this person, this woman spent in the house and around the kitchen and everything else they do. പിന്നെ ഇപ്പോഴത്തെ മൂവീസ് പ്ലേ എ ഹ്യൂജ് റോൾ ഇൻ, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം,
ഞാൻ കാണുന്നത് നമ്മൾ ഈ ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ്, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ സെക്സിസ്റ്റ് ആയിട്ടുള്ള ജോക്സും ഒക്കെ അയച്ചു വരുമ്പോൾ നമ്മൾ വളരെ കൂളായിട്ട് അത് ഫോർവേഡ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ ഒന്നും മിണ്ടത്തില്ല. വാട്ട് ഹാപ്പൻസ് വെൻ യു ഡു ദാറ്റ്, വി ആർ ഓൾസോ കോൺട്രിബ്യൂട്ടിങ് ടു ഇറ്റ്. നമ്മൾ എപ്പോ മിണ്ടുന്നില്ല ഒരു സംഭവം നമ്മൾ കണ്ടിട്ട്, ഇഫ് യു ഡോണ്ട് ഡിലീറ്റ് ആൻഡ് you don't forward, or at least you reach out to the person and say this is disrespectful, നമ്മളും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുക. സെയിം തിങ് ഹാപ്പൻസ് ഇപ്പൊ നമ്മുടെ റിലീജിയസ് ബുക്സിലോ അല്ലെങ്കിൽ നമ്മളെല്ലാം ഒത്തിരി ഇപ്പം ഈ സമുദായം വെച്ചിട്ടൊക്കെ സംസാരിക്കും. അതിന്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ സമുദായത്തിനും ഓരോ രീതികളുണ്ട്. പക്ഷേ അതിലും ഈ ഇൻഡിവിജ്വലൈസ് ചെയ്യുവാണ് എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾസ് ഒന്നും ഒരു വീട്ടില് ഇല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് സംഭവിക്കുന്ന കാര്യമല്ല. ഇറ്റ് ഹാപ്പൻസ് ഓൾ ഓവർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അത് ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ എന്ന് മാത്രമെന്നാക്കുമ്പോൾ അത് നമ്മൾ റെഡ്യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ കളക്റ്റീവ് ആക്ഷനുള്ള ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെയൊക്കെ ഒപ്പം പഠിച്ച വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരാള് ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ്, ഒരു കോമൺ ഗ്രൂപ്പിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ പിക്ചേഴ്സ് ഒക്കെ അയക്കും. അപ്പൊ അതിൽ വന്ന ഞാൻ ഇന്നിപ്പോ ഈ പവർ പോയിന്റ് നിങ്ങളെ കാണിക്കാതിരുന്നതാ. അപ്പൊ ഇതിലെ വേർഡ്സ് ഇതാണ്: അധ്വാനം അച്ഛനിൽ നിന്നും, സംസ്കാരം അമ്മയിൽ നിന്നും പഠിക്കണം, വീട്ടുജോലിയെല്ലാം ഭാര്യ പഠിപ്പിച്ചോളൂ. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ട്രൂ അല്ലാന്ന് തോന്നുമായിരിക്കും, പക്ഷെ ദർ ഈസ് സംതിങ് ടു. നമ്മളെല്ലാം വാക്കുകള് ഇല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ടെക്സ്റ്റ് എങ്ങനെ അനലൈസ് ചെയ്യാം. അപ്പൊ ഈ ടെക്സ്റ്റില് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വൈഫ് അല്ലെങ്കിൽ ഒരാള് ഭാര്യയായി കഴിയുമ്പോൾ അവരുടെ ആ ഒരു പർട്ടിക്കുലർ സ്റ്റാറ്റസ്. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന സ്ത്രീ കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ വാട്ട് ചേഞ്ചസ്, ഇല്ലെങ്കിൽ അവരുടെ ആ പവർ ഡിഫറൻഷിയേഷൻ. അപ്പൊ ഓരോരുത്തർക്കും നമ്മൾ ഓരോ ടൈമിൽ ഓരോ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോ പറയുന്നുണ്ടല്ലോ, ദിസ് മേ നോട്ട് ബി റെലവെന്റ് എന്ന്. ഇതിപ്പോ ഞാൻ ഒരു ഡാറ്റ, ഐ വാസ് ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദിസ്. ഇപ്പോഴും ഇപ്പൊ US നിന്നുള്ള ഒരു ഡാറ്റ ചെയ്ത് ജെൻഡർ റെപ്രസെന്റേഷൻ ഇക്കണോമിക്സിൽ 77% ഓഫ് ദ പീപ്പിൾ ഹു എൻറ്റർ ഇക്കണോമിക്സ് റിലേറ്റഡ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇക്കണോമിക്സ് ബുക്സില് വരുന്നത് മെയിലാണ്. ആൻഡ് ദ ഫീമെയിൽ ഈസ് 18%. പിന്നെ ജെൻഡർ ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ട് 5%. സോ അത്രയും വ്യത്യാസം ഇവിടെയുണ്ട്. സോ സെയിം തിങ് ഞാൻ പറഞ്ഞില്ലേ ആദ്യം, ലൈക്ക് ഹൗ യു ക്യാൻ അസസ്. ഒന്ന്, നമ്മുടെ ഭാഷയിൽ ഹൗ വി യൂസ് either to bring somebody down or to bring somebody up. അതുപോലെ ഇതൊരു റിസർച്ച് ടൂളാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. നിങ്ങൾ പോവുക, നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ വാച്ച് ചെയ്യുക. ഹൗ മെനി ടൈംസ് എ ഡേ യു see a post, or how many times a week you see a post that is to berate somebody. ഒത്തിരി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് I'm not a movie watching person, പക്ഷെ ചില സമയത്ത് I read comments to understand how ഈ സോഷ്യൽ സെറ്റപ്പും റിയാക്ഷൻസും ഒക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ one thing I have seen, ഇങ്ങനെ ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ കംപ്ലീറ്റ് ക്യാരക്ടർ അസാസിനേഷൻ നടത്തുക. അപ്പോൾ ഒരു കാര്യം, ആസ് എ സ്റ്റുഡൻറ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്കൊക്കെ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, വാട്ട് ഈസ് മൈ റോൾ ഇൻ ഇറ്റ്? Like, where is this source coming from? ഒരു നോളജ് എന്ന് പറയുന്നത് ഇറ്റ് ഒറിജിനേറ്റഡ് ഫ്രം സംവെയർ. അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം, അത് എൻ്റെ ഒരു വ്യൂ ഉണ്ട് അതിൽ. പക്ഷെ നിങ്ങളുടെ വ്യൂ എന്താണ്? ആൻഡ് ഹൗ ഈസ് ദാറ്റ് അഫക്റ്റിംഗ് ഓർ ഇൻഫ്ലുവൻസിങ് യുവർ റെസ്പോൺസ് ടു ദിസ്? അപ്പൊ അതൊന്ന്. പിന്നെ നമ്മൾ മെയിൻ സ്ട്രീം ചാനൽസ് ഷോയില് ഹൗ ദാറ്റ് ഓൾസോ റീഇൻഫോഴ്സ് സ്റ്റീരിയോടൈപ്സ്. അപ്പൊ ഈ അടുത്ത ദിവസം ഞാൻ എൻ്റെ ഫോണിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ കെയിം അപ്പ്. അപ്പോ അതില് എനിക്ക് പേരറിഞ്ഞുകൂടാ, ഒരു വെൽ നോൺ presenting one of the recently married young actress and her husband. അപ്പോ ചോദ്യങ്ങൾ ഇങ്ങനെയാണ്: ഇവള് കുക്ക് ചെയ്തൊക്കെ തന്നു തുടങ്ങിയോ?
സോ നമ്മൾ പറയും നമ്മുടെ റീസൺ റെലവെന്റ്, നമ്മളിപ്പോ ഇതൊന്നും റെലവെന്റ് അല്ലെന്ന്. വേർ ഈസ് ദാറ്റ് ക്വസ്റ്റ്യൻ കമ്മിങ് ഫ്രം? അപ്പൊ ആ ഡിവിഷൻ ഓഫ് ലേബർ, അപ്പൊ അങ്ങനെ അത് ഹിസ്റ്റോറിക്കൽ ഇതിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ പോലും അറിയുന്നില്ല നമ്മുടെ ആ ബയസ്. പിന്നെ ചിലതൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അതൊക്കെ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ആണ്, ഇതൊന്നും ഇവിടെ ഇതല്ല. പക്ഷെ എനിക്ക് ഐ ഹാവ് 2 girls. അപ്പോൾ ഐ വാണ്ടഡ് ദം ടു ബി ഏബിൾ ടു മേക്ക് ചോയ്സസ്. I want them to be respected as humans. അപ്പൊ it is to do with human dignity. അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് as a group. Don't hide when you see something and encourage people to speak up. Don't shame somebody for bringing something. അതുപോലെ ഡോണ്ട് ഫോർവേഡ് ഇതുപോലെ ഇങ്ങനെ ഒരാളെ കുറവാക്കുന്ന അങ്ങനെയുള്ള ഇത്, വെദർ ഇറ്റ് ഈസ് ജോക്ക് ഓർ നോട്ട്, ഡോണ്ട് സെൻഡ് ഇറ്റ്. പ്രൊവൈഡ് സപ്പോർട്ട് വെൻ പീപ്പിൾ ആർ ഡൂയിങ്. ഒത്തിരി സോഷ്യൽ മൂവ്മെന്റ്സും സോഷ്യൽ ട്രാൻസ്ഫോർമേഷനും ഒക്കെ സംഭവിച്ചത് ക്യാമ്പസുകളിലാണ്. കാരണം ക്യാമ്പസുകളിൽ യു ടോക്ക്, യങ് പീപ്പിൾ ഹാവ് ദ എനർജി, യു സീ മോർ ദാൻ, ആൻഡ് യു ആർ ദ ഫ്യൂച്ചർ. സോ ഓർ യു ആർ ദ ചേഞ്ച് മേക്കേഴ്സ് ടുഡേ, റൈറ്റ്? അതുപോലെ സോളിഡാരിറ്റി കാണിക്കുക. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തില്, സോ ദാറ്റ് ഈസ് ഓൾ ഇൻഡിവിജ്വൽ. നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ നോക്കേണ്ടത് ഹൗ മെനി വുമൻ how are women represented in the literature? ഇല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് നോക്കുമ്പോൾ നമ്മുടെ പൊളിറ്റിക്സിൽ how are സ്ത്രീകളെ എങ്ങനെയാ പൊർട്രേ ചെയ്തിരിക്കുന്നത്, വാട്ട് ഈസ് ദ റോൾ ദേ പ്ലേ? നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഒത്തിരി പിള്ളേർ ഇപ്പൊ ലോയ്ക്കൊക്കെ പോകുന്നുണ്ട്, വി സീ ദാറ്റ്. പക്ഷേ ഹൗ മെനി ഹോൾഡ് പൊസിഷൻസ് ദാറ്റ് ക്യാൻ ആക്ച്വലി മേക്ക് എ ഡിഫറൻസ്? പിന്നെ ഒരു ഏരിയ എന്ന് പറയുന്നത് വേജ് ഗ്യാപ്പ്. നമ്മൾ സാലറി ഇതിപ്പോ നമ്മളെ വീടുകളിൽ നമ്മൾ കാണുന്നുണ്ട്, ഈവൻ നമ്മളെ സൊസൈറ്റി കാണുന്നുണ്ട്. ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരേ ജോലി ചെയ്തിട്ട് അവർക്ക് രണ്ടുപേർക്കും 2 ടൈപ്പ് സാലറി. ആൻഡ് ഡോണ്ട് തിങ്ക് നമ്മുടെ നാട്ടിൽ മാത്രമാണ്, ഇപ്പൊ US പോലും. പക്ഷേ പീപ്പിൾ ലുക്കിംഗ് അറ്റ് ഇറ്റ് ആൻഡ് ദ വേജ് ഗ്യാപ്പ് ഈസ് ഗെറ്റിംഗ് സ്മോളർ, പക്ഷേ ഇറ്റ്സ് ഹ്യൂജ്. പിന്നെ ഹൂ ഓൺസ് ദ ലാൻഡ്, ഇങ്ങനെ ഹൂ കൺട്രോൾസ് ദ മണി ഇൻ ദ ഹൗസ്, ഹൂ മേക്സ് ദ ഡിസിഷൻ? അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക. ഹൗ, അതുപോലെ പ്രൊഫഷണൽ ജോബ്സിൽ ഇപ്പൊ നമ്മൾ ഒരു കോളേജിൽ, എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പൊ റീസെന്റ്, പക്ഷെ ആസ് ഫാർ ആസ് ഐ നോ, ഇപ്പൊ ഞാനൊക്കെ പഠിച്ച കോളേജിൽ ഐ ഡോണ്ട് തിങ്ക് വി എവർ ഹാഡ് ഒരു പ്രിൻസിപ്പള് സ്ത്രീയെ. വൈ പീപ്പിൾ ആർ നോട്ട്, വുമൻ ആർ നോട്ട് ഇൻ ലീഡർഷിപ്പ്? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ആ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു ഇതുണ്ടാവും. പിന്നെ നമ്മൾ പറയും ഇപ്പോഴത്തെ റെലവെന്റ് ആണോ? നമ്മുടെ സ്ത്രീകൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോഴും രാത്രിയിൽ ഒറ്റയ്ക്ക് ഒന്ന് യാത്ര ചെയ്യാൻ പറ്റുമോ ചെറിയ സ്ഥലങ്ങളിൽ ഓർ വലിയ സ്ഥലങ്ങളിൽ സേഫ് ആയിട്ട്? അതുപോലെ നമ്മുടെ പിള്ളേരെ നമ്മൾ ഓക്കെ യു ക്യാൻ ഡു ദിസ്, യു ആർ ഗോയിങ് ടു ബി, ആൻഡ് അത് നമ്മൾ അവരെ പറഞ്ഞ് ആണെന്നും പെണ്ണെന്നും വ്യത്യാസമില്ല, അങ്ങനെ ഉള്ളൊരിത്. പിന്നെ അനദർ വേ, വളരെ നമ്മൾ ഒട്ടും ചിന്തിക്കാതെ, ഞാനിപ്പോഴും ഇങ്ങനെയുള്ള ഈ അനാലിസിസിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ നോക്കുമ്പോൾ ഒരു കാര്യമാണ്, നമ്മുടെ മാട്രിമോണിയൽ സൈറ്റ്സിലെ പത്രത്തിലൊക്കെ ഇങ്ങനെ വിവാഹാലോചന വരുന്നു എന്ന് പറയുന്നത്. അപ്പൊ അതിലൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 5 അടി 3 ഇഞ്ച് പൊക്കമുള്ള നല്ല പുരാതന കുടുംബത്തിലെ ഫെയർ കോംപ്ലക്ഷൻ ഉള്ള പെൺകുട്ടി വരണേ, അങ്ങനെ ഒരു ലാംഗ്വേജ് ആണ് ഞാൻ പർട്ടിക്കുലർ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ടത് അവിടെ ക്ലാസ് ഉണ്ട്, പിന്നെ കളറിസം, ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ. അപ്പൊ വാട്ട് ഡസ് ദാറ്റ് മീൻ ഫോർ ദ പേഴ്സൺ who is not in that place or who thinks that they don't fit in that criteria? അപ്പൊ അങ്ങനെ നമുക്കൊരു ക്ലാസ് സിസ്റ്റം ഉണ്ട്. that also affect people negatively. പിന്നെ നമ്മുടെ വേറൊരു വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് വയലൻസ് അഗൈൻസ്റ്റ് വുമൻ. ഇപ്പൊ വയലൻസ് എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് സംബഡി സ്ലാപ്പിംഗ് ഓർ ട്രൈങ് ടു കിൽ സംബഡി. ഒരാളുടെ അടുത്ത് നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, യു ആർ നോ ഗുഡ് എന്ന് എല്ലാ ദിവസവും നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരാൾ പറഞ്ഞാൽ ദാറ്റ് ബിക്കം ദ ട്രൂത്ത് ഫോർ ദാറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ടേക്സ് ദ സ്ട്രെങ്ത് അവേ ഫ്രം ദ പേഴ്സൺ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ആൻഡ് ദാറ്റ് ഈസ് ഇമോഷണൽ വയലൻസ്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഏർലിയർ ഞാൻ പറഞ്ഞില്ലേ ഇംഗ്ലീഷ് ആൻഡ് മലയാളം എഡ്യൂക്കേഷൻ, സ്കൂൾ സിസ്റ്റത്തിന്റെ കാര്യം. അതുപോലെ ഇത് പല ഇഷ്യൂസ് ആർ ക്ലോസ്ലി കണക്റ്റഡ് വെൻ യു ലുക്ക് അറ്റ് ജെൻഡർ, ഇൻകം, എഡ്യൂക്കേഷൻ, ഡിസബിലിറ്റി ആൻഡ് എബിലിറ്റി,
നമ്മുടെ ക്ലാസ് സ്ട്രക്ചർ, പിന്നെ നമ്മുടെ കൾച്ചറൽ വാല്യൂസ്, ബിലീഫ് സിസ്റ്റം, നമ്മുടെ ഇൻകം. ഇപ്പോൾ ഒരാള് ഡിവോഴ്സിന് പോകണമെന്ന് വിചാരിക്കുക, ദർ നോട്ട് ഹാപ്പി വിത്ത് ദർ മാരേജ്. ഇഫ് ദേ ഡോണ്ട് ഹാവ് ആൻ ഇൻകം, ദർ ഇസ് കസ്റ്റഡി ഇഷ്യൂസ് ആൻഡ് ദർ ആർ സോ മെനി അതർ ഇഷ്യൂസ്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ is closely connected. അപ്പം നമ്മുടെ ഈ ക്ലാസ്സും ഇതൊക്കെ വലിയ ബിഗർ അനാലിസിസ് ആണ്, മേ ബി ഫോർ അനദർ സെഷൻ. ഐ വിൽ സ്റ്റോപ്പ് അറ്റ് ദിസ് പോയിന്റ് ആൻഡ് ദെൻ ആക്ച്വലി ഇഫ് യു ഹാവ് ക്വസ്റ്റ്യൻസ് ദെൻ വി ക്യാൻ ടോക്ക്. അപ്പം one thing I want you to do when you finish this for the next week before you meet the next time for the session is become a participant observer. So wherever you go, start paying attention to what am I watching on TV, what am I watching on social media, how do I support or not support. അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഇപ്പോൾ യങ് പിള്ളേരുടെ ഇടയ്ക്കുള്ളൊരിതാണ് pornography. Each time you click on a video with pornography or any of those violence on woman's body, what you're doing is actually supporting that act. കാരണം that's how the people are making money, and these people are not there on their will. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ, and what's my role in it? That's something so important to ask. I'll be happy to actually share some of these resources, and I will send it with Gigi, and you can get it. So I'll stop at this point, and if you have questions, please do so. ഹലോ, ഞാൻ പിന്നെ വേണമെങ്കിൽ കുറച്ച് വേൾഡ് സ്റ്റാറ്റും പറയാം. സോ ജെൻഡർ ഇനെക്വാലിറ്റി അല്ലെങ്കിൽ ജെൻഡർ ഇഷ്യൂ ആണ് major cause of hunger and poverty in the world. 60% of the chronically hungry people are women and girls, according to UN. അതുപോലെ 70, ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കേൾക്കാത്തോണ്ട് ഞാൻ ഇത് പറയുക, 70% of the employed women in South Asia work in agriculture. പിന്നെ less than 20% of the world's land is owned by, only less than 20% owned by women. അങ്ങനെ കുറെ. പിന്നെ എഡ്യൂക്കേഷണൽ ഡിഫറൻസ്, ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത്, റൂറൽ റിയാലിറ്റീസ് ആർ വെരി ഡിഫറെന്റ് ഫ്രം ദ അർബൻ റിയാലിറ്റീസ്. ഇപ്പോൾ എറണാകുളം ടൗണിൽ താമസിക്കുന്ന ഒരാളും കട്ടപ്പന താമസിക്കുന്ന ഒരാൾക്കും ഉള്ള ആക്സസ് ടു തിങ്സ് ആർ വെരി ഡിഫറെന്റ്. സോ എപ്പോഴും വി ഷുഡ് ബി മൈൻഡ്ഫുൾ ഓഫ് ദാറ്റ്. I can provide more data, but I like to hear if you have questions. Dr. Agnes, can you hear me? Yeah. Okay. To know established religions in perpetuating this sort of gender hierarchy, and I think you might have examined about it and you may have been valid opinions on this aspect. Can you kindly share your take on it? So religion is a very interesting concept. കാരണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ടൈമിൽ ഇത് ഭയങ്കര റെലവെന്റ് ആണ്. കാരണം we use, ഇപ്പൊ I look at certain part of the Bible, for example. The things are written that is 2000 years ago, ഇല്ലെങ്കിൽ അത്രയും ടൈമിൽ മുമ്പ് എഴുതിയ ആ ടൈമിലെ കൾച്ചറൽ കോൺസെപ്റ്റിലെ കോണ്ടെക്സ്റ്റിൽ എഴുതിയ കുറച്ച് ലിഖിതങ്ങളൊക്കെ നമ്മൾ ഇപ്പോ റീഇൻഫോഴ്സ് ടു കീപ് women in a certain place. ഇല്ലെങ്കിൽ നമ്മൾ religious ടെക്സ്റ്റുകൾ വായിച്ചാൽ one thing you would see that it's always the male concept, right? Like, if I ask you, when you imagine God, who comes to your mind, right? Like you always think of God as a male.
there is no clear definition of whether God is male or female. And chala religion, aduvole, if you look at leadership, why I'm saying about the broader picture. So it all send a message from young age onwards. Where is your place in the society? Where should be your place in the family? And unfortunately, പണ്ടത്തെക്കാളും ഇപ്പോ എനിക്ക് ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം, ഞങ്ങളൊന്നും ഒരിക്കലും അങ്ങനെ റിലീജിയൻ ബേസ്ഡ് അങ്ങനെയുള്ള ഫ്രണ്ട്സ് അതിനേക്കാൾ ഉപരിയായിട്ട് എല്ലാവരും ഒരുപോലെ ഇന്ററാക്ട് ചെയ്യുന്നതാക്കുന്നത്. അപ്പൊ പണ്ടത്തെ ഞങ്ങൾക്ക് അറിയാവുന്ന കുറെ പ്രിയപ്പെട്ട ചേച്ചിമാരൊക്കെ എല്ലാവരും they all had their head covering and much more കൺസർവേറ്റീവ് ആയിട്ടുള്ള കുറെ ചേഞ്ചസ് അവിടെ കണ്ടു. അപ്പോൾ ഈ അടുത്ത നാളില് ഐ ഗോട്ട് എ ഫോട്ടോ ഓഫ് സംബഡി. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ 50 വർഷം മുമ്പുള്ള അവരുടെ ഫാമിലി പിക്ചറും ഇപ്പോഴത്തെ ഒരു പിക്ചറും. യു കുഡ് സീ ദോസ് പീപ്പിൾ ഹാഡ് മോർ ഫ്രീഡം ഇൻ എക്സ്പ്രഷൻ ബിഫോർ ദാൻ നൗ. അപ്പൊ എന്ത് സംഭവിച്ചു? എങ്ങനെയാണ് വി ആർ യൂസിങ് religion is not in itself is not a bad thing for people who wants to follow it. പക്ഷേ how are we using religion to oppress or to make issues as if it is all God's will? One of the thing ഞങ്ങൾ ഇപ്പൊ എൻ്റെ തീസീസിൽ ഞാൻ അഡ്രസ് ചെയ്യുന്ന ഒരു കാര്യം, ചില സമയത്ത് നമ്മൾ ചെയ്യുന്ന ഇല്ലിപ്പോ ഞാൻ ഒരാളെ അബ്യൂസ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ ഒരാളെ ഞാൻ ഒപ്രസ് ചെയ്യുന്നു, എന്നിട്ട് ഈ ആള് വീട്ടിൽ പോയിട്ട് പറയാം ബിക്കോസ് ദിസ് പേഴ്സൺ ഇസ് പുവർ ഓർ ഡസൻ ഹാവ് എനി അതർ ഓപ്ഷൻ ബട്ട് ടു വർക്ക് വിത്ത് മീ, ഇതെല്ലാം ദൈവത്തിന്റെ പ്ലാനാണ്. ഇതൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാ. പക്ഷേ വാട്ട് ഹാപ്പൻസ് വെൻ സംബഡി ഈസ് മേക്കിംഗ് ദം ബിലീവ് ദാറ്റ് ഈ ആളുടെ ഈ സഫറിങ് എല്ലാം, ഈ സഫറിങ് വരുത്തുന്നത് ഞാന്, ഈ സഫറിങ് ഈ ആൾക്ക് കൊടുക്കുന്നത് ഞാന്, ഈ ആൾക്ക് വേറൊരു സ്ഥലത്ത് പോയി സപ്പോർട്ട് ചോദിക്കാൻ പറ്റാത്തത് ഈ ആളുടെ റിസോഴ്സ് ലാക്ക് ഓഫ് റിസോഴ്സസ് ആണ്. പക്ഷേ ദെൻ സംബഡി ഈസ് ടെല്ലിങ് ദം ഇതെല്ലാം ദൈവത്തിന്റെ പ്ലാനാണ്, യു സഫർ. ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ മാറ്റിയില്ലെങ്കിലുള്ള ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഓൾ കൈൻഡ് ഓഫ് ഇൻഇക്വാലിറ്റീസ് വിൽ കണ്ടിന്യൂ. അപ്പോ ദിസ് ഈസ് നോട്ട് ടു സേ യു ഗോ ദിസ് വേ ആൻഡ് ഡോണ്ട് ഗോ ടു ചർച്ച് ഓർ ഡോണ്ട് ഗോ ടു ടെമ്പിൾ എന്നുള്ളതല്ല. ദർ ഈസ് സേക്രഡ്നെസ് ഇൻ ഓൾ ദാറ്റ്. പക്ഷേ ഈസ് ദാറ്റ് ബിക്കം എ സൈറ്റ് ഓഫ് ഒപ്രഷൻ ഫോർ യു? അപ്പൊ അതാണ് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചോദിക്കേണ്ട കാര്യം. അപ്പൊ ചോദിക്കേണ്ട കാര്യം എന്നല്ല, ഇതൊക്കെ ഭയങ്കര റിഫ്ലക്ഷൻ ലൈക്ക് നമ്മള് എല്ലാ കാര്യങ്ങളും എല്ലാവരും ചോദിക്കുന്നതോ പറയുന്നതോ വി മേ നോട്ട് എഗ്രി ഓർ ഡിസഗ്രി. പക്ഷേ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് കോളേജുകളിലും നമ്മളുടെ പാഠപുസ്തകങ്ങളിലും ഇല്ലെങ്കിൽ ടീച്ചേഴ്സും ഒക്കെ ഇതൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കൊരു ഹെൽത്തി സൊസൈറ്റിയെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഈവൻ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ പോലും നമ്മൾ മീഡിയയിൽ നാട്ടിലെ നടക്കുന്ന കാണാൻ പറയും, ഓ അവര് ആ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാ അതുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷെ അങ്ങനെ നമ്മൾ പറയുമ്പോൾ യു ആർ ക്രിയേറ്റിംഗ് ഫെർദർ ഡിവിഷൻ. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് കാണേണ്ടത് ഉണ്ട്. ഇത് എൻ്റെ ആ ഒരു മതവിഭാഗത്തിന്റെ മാത്രമാണോ? How are others doing it? എപ്പോഴും ആ compare and contrast will help us. Did I answer? It's a big question, Gigi. But it's something again to look at how from early on religion have an influence in how women's or men's place in the society. കാരണം പണ്ട് ഇപ്പോഴത്തെ ഗവൺമെന്റുകൾ എന്ന് പറയുന്നത് പണ്ട് റിലീജിയൻ ആണ് കൺട്രോൾ, ആൻഡ് ഇൻ സം പ്ലേസസ് ഇൻ ദ വേൾഡ് ഇറ്റ്സ് സ്റ്റിൽ റിലീജിയൻ ദാറ്റ് ഈസ് കൺട്രോളിങ് how things are divided. Almost like Yeah, I agree with you. And religion for many people, and also the religion itself is the source of the you're breaking off, eh?
Gigi, you're breaking off, but somebody just asked, I didn't hear that question. Somebody just asked, what are the effect of gender issues? Na? But gender issues in the... Sorry, pardon. I can't hear you. Please carry on with that. Okay. So the question that was asked, gender issues in the or after effect in the parayandada, you always be like whether it is a professional or an individual, that your place in the society, your place in the home, your place in the global citizen, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എല്ലായിടത്തും you are taking a second step. Not that you are intellectually less, not because you don't have the ability. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, like the gender effect employment-ൽ. So after Pakistan, ഇന്ത്യയാണ് women employment-ൽ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു രാജ്യം. So you think about that. And even in India, the women are mostly still, ഇപ്പോഴത്തെ ഞാൻ 2021-ലെ പറയാണ്, still in the agricultural jobs. So അതൊന്ന്. പിന്നെ ഒന്ന് എഡ്യൂക്കേഷൻ. നമ്മള് who gets to go to school? ഇപ്പോൾ ഒരു ഫാമിലിയിൽ 4 പിള്ളേരുണ്ട്, അതില് 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമാണ്. അപ്പോൾ അവർക്ക് ഇൻകത്തിൽ ഒരു പ്രശ്നം വന്നു, ഇല്ലെങ്കിൽ they didn't have access, സ്കൂൾ കുറച്ച് ദൂരെയാണ്. So parents obviously, especially in rural places, this is actual research I'm talking about, parents choose to send their boys. There are 2 reasons. One, okay, boys, it's going to be benefiting the parents later. Second, സ്കൂളൊക്കെ ഫാറാണ്, ചിലപ്പോൾ അവർ നടന്നായിരിക്കും പോകുന്നത്. So there is no safety. അപ്പോൾ that's another effect that is not actually counted when you think about education. Excuse me. ഇപ്പോൾ 796, ഇപ്പോഴത്തെ ഇത് പണ്ടത്തെ ഇതാണ്, like close to 1 billion women are illiterate in the world, right? അതുപോലെ 39% of the girls, rural girls ആണ് സ്കൂൾ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. You think about that. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ how are we making a difference? പിന്നെ വേറെ ഒരു ഇത് നോക്കിയാൽ ഒരു കൊച്ചിന്റെ ഒരു കുഞ്ഞിന്റെ സർവൈവൽ എന്ന് പറയുന്നത് ഒത്തിരി ഡിപ്പെൻഡിങ് ഓൺ ഇത് 68 കൺട്രീസിൽ നിന്നുള്ള ഡാറ്റ ഞാൻ പറയുന്നത്. ഒരു സ്ത്രീക്കുള്ള എഡ്യൂക്കേഷൻ ഒത്തിരി മേക്സ് എ ഡിഫറൻസ് എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി വേജിന്റെ കാര്യം പറഞ്ഞു. ദാറ്റ്സ് അനദർ എഫക്ട്. മെൻ മേക്സ് മോർ മണി ദാൻ വുമൻ. ഇപ്പൊ നമ്മളുടെ പറമ്പിൽ പണിയെടുക്കാൻ വരുന്ന, ഇപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാ ആസ് ഓഫ് നൗ ഹൗ ഇറ്റ് ഈസ്, ഇപ്പൊ നമ്മുടെ പറമ്പില് ജോലിക്ക് വരുന്ന 2 സ്ത്രീ ഒരു പുരുഷനും, ആർ ബി പേയിങ് ബോത്ത് ഓഫ് ദം ഈക്വലി. ഇപ്പൊ എനിക്ക് തോന്നുന്നു 500 rupees ആണെന്ന് തോന്നുന്നു വേജ്. അപ്പൊ അതാണെങ്കിൽ 2 പേർക്കും ഒരേപോലെയാണോ നമ്മൾ പേ ചെയ്യുന്നത്. പിന്നെ വലിയൊരു എഫക്റ്റ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ്. ഒരു വീട്ടില് സിമ്പിൾ തിങ് ആസ്, നിങ്ങളുടെ വീട്ടില് നിങ്ങളൊരു കാർ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടില് ഒരു സ്ഥലക്കച്ചവടം നടക്കുന്നു. ഹൂ ഈസ് മേക്കിംഗ് ദാറ്റ് ഡിസിഷൻ? അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഹൂ ഈസ് മേക്കിംഗ് ദ. അതുപോലെ നമ്മുടെ റെപ്രസെന്റേഷൻ, പൊളിറ്റിക്കൽ റെപ്രസെന്റേഷനിൽ എത്ര പേര് മന്ത്രിമാരായിട്ടും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയിട്ടും ജഡ്ജസ് ആയിട്ടും ഒക്കെ ഉണ്ടെന്ന്. പിന്നെ നമ്മുടെ ബയസ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു ചെറിയ ലൈക്ക് ജെൻഡർ ഇത് പറയാണ്. നിങ്ങളുടെ വീട്ടിലെ വാട്ടർ ടാങ്ക് അല്ലെങ്കിൽ കിണറിൽ ഒരു വിഷയം വന്നു, ആരാ അത് ഫിക്സ് ചെയ്യുന്നത്? ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വെറുതെ ആലോചിക്കാൻ വേണ്ടി പറയുക. അല്ലെ, നിങ്ങളുടെ വീട്ടില് പൂച്ചെടിയുണ്ട്, പൂച്ചെടിക്കാരാ വെള്ളം ഒഴിക്കുന്നത്? അല്ലെങ്കിൽ when I ask you, you think of a nurse, what comes to your mind, a man or a woman? And when you think of a driver, who comes to your mind, a man or a woman? അപ്പൊ അതെല്ലാം നമ്മുടെ സ്റ്റീരിയോടൈപ്പ് ഓൾറെഡി നമുക്ക് ഇറ്റ് ഈസ് സെറ്റപ്പ് ഇൻ യുവർ മൈൻഡ്. അപ്പൊ അത് ഇസ് ദാറ്റ് റൈറ്റ് ഓർ റോങ് ഉള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഹൗ ഇറ്റ് കെയിം ടു ബി. ഇപ്പൊ ഞങ്ങളുടെ ഒരു ഇതില് ഞങ്ങൾ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, ഒരു കാര്യം വാട്ട് ഇറ്റ് ഈസ് എന്നതിനേക്കാളും ഓർ വൈ ഇറ്റ് ഈസ് എന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും
ചിലപ്പോ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഹൗ ഇറ്റ് ഈസ് എന്ന് ചോദിക്കുന്നത്, എങ്ങനെ അത് ഉണ്ടായി, എങ്ങനെയാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായത്, എന്തുകൊണ്ട് ഉണ്ടായി എന്ന് ചോദിച്ചാലും ഉത്തരം കിട്ടും. പക്ഷെ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്ന ഇക്കണോമിക്സും പൊളിറ്റിക്സും അങ്ങനെയുള്ള ഒത്തിരി കണക്റ്റഡ് സിസ്റ്റംസിനെ നമുക്ക് കാണാൻ പറ്റും, ഈ ഇൻകം ഇൻഎക്വാലിറ്റി ഒക്കെ. പിന്നെ അനദർ ജെൻഡർ റിലേറ്റഡ് ഇത് നമ്മൾ ഒത്തിരി പേര് ഇപ്പൊ എഗെയിൻ എനിക്ക് അറിഞ്ഞുകൂടാ ഉണ്ടോ എന്ന്, ഇങ്ങനെ കവലകളിൽ ഇല്ലെങ്കിൽ ചെറിയ നമ്മൾ റോഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ ആമ്പിള്ളേര് പുറകിന്ന് കൂവി കളിയാക്കുക, അതൊക്കെ നമ്മൾ നോർമൽ ആയിട്ട് എടുക്കുക. ദോസ് ആർ നോട്ട് തിങ്സ് നോർമൽ, ദോസ് ആർ ലിറ്ററൽ സിംറ്റംസ് ഓഫ് ബുള്ളിങ്, കൈൻഡ് ഓഫ് നോട്ട് റൈറ്റ്. വൈ ഡു വി അക്സെപ്റ്റ് ഇറ്റ്? ഇപ്പോഴും നമ്മൾ പറയും ഓക്കെ സ്ത്രീധനം ഒന്നും ഇല്ല എല്ലാം, then why still gold is so expensive and everybody, there's such a queue line up ഇങ്ങനെ നമ്മൾ ജ്വല്ലറി ഷോപ്പുകളിലൊക്കെ പോകുമ്പോഴും why parents are breaking their back to buy that much? അപ്പം അതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ എന്താ പറയുന്നത്, കൺസീവ്ഡ് ഇൻ യുവർ മൈൻഡ്, ദിസ് ഈസ് വാട്ട് ഈസ് നോർമൽ, ഐ നീഡ് ടു ഹാവ് ദിസ്, അങ്ങനെ. പിന്നെ ഇഫ് യു ലുക്ക് അറ്റ് നമ്മുടെ ചരിത്ര ഒക്കെ ഇതായിട്ടുള്ള സ്ത്രീകളെ കുറിച്ച് നോക്കുമ്പോൾ, if you can identify more than 10 women, I'm not talking about movie actresses or anything, but in the political system, people who made a difference, who are contributing, compared to men, how many are there? അങ്ങനെയൊക്കെയാണ് നമ്മൾ ജെൻഡറിന്റെ ഇഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കാണുന്നത്. Any other questions? Somebody question requesting him to repeat that question so that Dr. Agnes can answer. Hello, ma'am. Yeah. മാം, ഞാൻ ചോദിച്ചത് ക്വീർ കമ്മ്യൂണിറ്റിയെ കുറിച്ച് കൂടി ഒന്ന് സംസാരിക്കാമോ എന്നാണ്. നമ്മൾ തേർഡ് ജെൻഡർ അല്ലെങ്കിൽ അതർ ജെൻഡർ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്, പക്ഷെ യഥാർത്ഥത്തിൽ അത് അവർ നേരിടുന്ന ഒരു അവരുടെ ഡിസ്ക്രിമിനേറ്ററി സ്റ്റാറ്റസിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അവരെ കുറിച്ച് കൂടി ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ. ആണ്. ഇപ്പൊ അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇവിടെയും ഒരു വിഷയം തന്നെയാണ്. പക്ഷെ താങ്ക്ഫുള്ളി ആഗത, ഞങ്ങൾ ടൊറോണ്ടോയിലാണ്. അപ്പൊ ടൊറോണ്ടോയില് ദർ ആർ കമ്മ്യൂണിറ്റീസ് ഹു ആർ റിയലി ഡൂയിങ് വെൽ. അതിന്റെ ഒരു കാരണം ഇതാണ്, ലൈക്ക് ഈ തേർഡ് ജെൻഡർ ഇല്ലെങ്കിൽ എന്താ പറയുന്നത് അതർ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഡീവിയന്റ് ആയിട്ട് കാണുന്നത് കൊണ്ട്. ഇപ്പൊ ഞാൻ ഏർലിയർ പറഞ്ഞില്ലേ ജെൻഡർ ബൈനറി, നമ്മുടെ ജെൻഡർ ബൈനറി ലെൻസില് മെൻ ആൻഡ് വുമൻ, ഇൻ ബിറ്റ്വീൻ വരുന്ന ആരെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി ആസ് എ ചൈൽഡ് യുവർ അവൻ ആണും പെണ്ണും അല്ലാത്ത, അല്ലെങ്കിൽ അവൾ ആണും പെണ്ണും അല്ലാത്ത സ്വഭാവങ്ങൾ കാണിക്കുന്നു. സോ ആസ് എ ചൈൽഡ് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ സ്റ്റേറ്റിലെ ഒരു പയ്യൻ, നൗ ഐ വുഡ് തിങ്ക് ഹി വാസ് എ ട്രാൻസ്ജെൻഡർ എന്ന്, പക്ഷെ ഹി വാക്സ് ലൈക്ക് എ വുമൻ. ആൻഡ് സോ എല്ലാവരും വിൽ ടീസ് ഹിം ആൻഡ് മേക്ക് ഫൺ ഓഫ് ഹിം ആൻഡ് ഒരാളെ ഇല്ലാതാക്കുന്ന ഒരു രീതി. അത് നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഹെൽത്തോ വെൽത്തോ നമുക്ക് മനസ്സിലാക്കുന്നത് വേ ദേ ആർ ട്രീറ്റിംഗ് പീപ്പിൾ ഹു ആർ നോട്ട് in what you call as the normal in quote unquote. So there is no such thing as normal. അത് നമ്മള് ഒരു സിസ്റ്റം ഒരു പർട്ടിക്കുലർ രീതിയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫൈൻ ചെയ്ത് വെക്കുന്ന സെറ്റ് ഓഫ് റൂൾസ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഏർലി പറഞ്ഞു കുടുംബത്തിന്റെ പേര് കളയാൻ ഇറങ്ങിയേക്കുക. സോ വാട്ട് ഈസ് ദാറ്റ് മീൻ? അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ യു ക്യാൻ സീ ഹൂ യു ആർ ട്രീറ്റിംഗ് പുവർലി. അപ്പൊ ഒത്തിരി എഡ്യൂക്കേഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഡിഗ്രി അല്ല. So there are people who finish their PhD and still abuse their wife. That is different. ഞാൻ ഉദ്ദേശിക്കുന്ന എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കോൺവെർസേഷൻസ്, ഡയലോഗ് നീഡ്സ് ടു ഹാപ്പൻ. നമ്മൾ if Agatha sees somebody, you need to say that's not how you treat somebody. അപ്പോ നമ്മളുടെ ഗ്രൂപ്പിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ സപ്പോർട്ട് ദാറ്റ് പേഴ്സൺ ഇൻസ്റ്റെഡ് ഓഫ് ട്രൈങ് ടു ഹൈഡ് ഇറ്റ്. ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു റിസർച്ച് ഐ സോ റീസെന്റ്ലി. എൻ്റെ ഒരു ഫ്രണ്ട് ആക്ച്വലി വെന്റ് ത്രൂ ദിസ് the whole process of transgender. First
she was rejected from home. അത് കഴിഞ്ഞിട്ട് ഇവിടെ വലിയൊരു ആക്ടിവിസ്റ്റ് ആയി, ലൈക്ക് മെയ്ഡ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അപ്പോൾ അതിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാരുടെ അറിവില്ലായ്മ കൊണ്ട് യു റെസ്പോണ്ട്, ഓക്കെ, യു ഗോയിങ് ടു ബ്രേക്ക് ദ സൊസൈറ്റി. who are we afraid of? You're going to destroy the world എന്നുള്ള രീതിയിലാണ് ഈ ആൾക്കാരെ നോക്കുന്നത്. പിന്നെ പേരന്റ് പ്രഷർ ഒത്തിരി വരുന്നുണ്ട്. ഓ, അങ്ങനെ ഒരു കൊച്ചിന് there is something wrong. സെയിം തിങ് ആണ് children with disability, or people with disabilities experience. They are also not considered as normal. I'm not talking about physical disability is one thing. Intellectual disability എന്ന് പറയുന്നത് even worse. കാരണം നമ്മളത് ഡീവിയന്റ് ആയിട്ട് കാണുന്നു, less than normal. Again, it's a long conversation. ഞങ്ങൾക്ക് queer studies എന്ന് പറഞ്ഞ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പക്ഷെ lot of good stuff is happening. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, the basis of all of this thing is to recognizing the other person as human. The first thing എന്ന് പറയുന്നത്, you needed to acknowledge the other person as human and they have right to life. അപ്പോൾ തന്നെ, കാരണം നമ്മളെല്ലാം ഇങ്ങനെ ഒരു കൂട്ടിക്കുഴച്ച് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി സ്നേഹമാണ്, അപ്പൊ അതിൽ ബഹുമാനമില്ല. ബഹുമാനം ഉണ്ടാവണം. നമ്മളൊരു വ്യക്തിയെ ബഹുമാനം ഉണ്ടാകുമ്പോൾ യു ഡു നോട്ട് ട്രീറ്റ് ദം പുവർ. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റവും പൊളിറ്റിക്കൽ സിസ്റ്റവും ഒക്കെ മാറണമെന്ന് നമുക്ക് തോന്നും. പിന്നെ അതിന് റിസോഴ്സസ് വേണം. അവിടെയാണ് there needs to be real campaign for, okay, we need resources to develop the study into a department. We need more women to take and support them to speak and not to be afraid. So who knows tomorrow's scholar who is going to talk? Or there is somebody ask, what advice would you give young women today? എനിക്ക് മൂത്ത 2 കുട്ടികള് പെൺകുട്ടികളാണ്. So one thing I tell them, I would say I would do the same thing with any of the women or young women I talk to, is be brave and believe in yourself. നമ്മുടെയൊക്കെ ഒരു പ്രശ്നം, we are always doubting. We are always looking for somebody else to give us assurance. Oh, മോളെ അല്ലെങ്കിൽ നല്ലാട്ടോ, you smart. We have to start believing in ourselves, as well as we should be able to make choices that are good and progressive and good for us. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ, when we stop thinking and worrying about what other person would think of me if I do this or say this, അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ നിൽക്കുമ്പോൾ you will start growing. പിന്നെ take opportunities to learn and explore and don't be afraid. I know ഇത് പറയുമ്പോൾ എളുപ്പമാണെന്നൊക്കെ പറയുന്നു, പക്ഷേ investing in learning and exploring is nobody can stop you. And telling yourself that you are beautiful and it is not defined by media or literature or your neighbor, അങ്ങനെ നമ്മൾ വിചാരിച്ച് തുടങ്ങുമ്പോൾ you already see change. എനിക്ക് like I'm 45. I never had a mirror. I just bought a mirror this week. അപ്പോൾ അതിനൊരു ചെറിയൊരു ഫിലോസഫി ആയിരുന്നു അതിനൊരു കാരണം. I don't need to look at the mirror. If I am believing that I'm beautiful, then nobody else need to tell me that I'm beautiful. So ആ ഒരു not that I നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് when people don't tell you something good or bad, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും you don't need to wait on somebody to tell you. You need to find that strength and the fire within. നമ്മുടെ ഉള്ളിലുള്ള പാഷൻ, സ്ട്രെങ്ത് നമ്മൾ we have to bring it out. That's a long-winded answer for a short question. പക്ഷേ this is something that ഞങ്ങൾ ഇവിടെ വീട്ടിലും എൻ്റെ ജോലിയിലും ഒക്കെ ഒത്തിരി ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ support other girls. Thank you, Dr. Agnes. So it was. Thank you once again for your magnanimity to spare some time in spite of your busy schedule. Anyway, let me invite Agatha for proposing a vote of thanks. So can I say one word? It was so wonderful to be here, and I'm so glad you invited me, and I would love to do more things with you guys. I think this is so encouraging. നാട്ടില് ഇങ്ങനെയൊക്കെ
ഉള്ള സംസാരങ്ങളും ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ടെന്നുള്ളത്. ഞാൻ ഒത്തിരി നാളായി നാട്ടിൽ നിന്ന് വന്നിട്ട്, പക്ഷേ ദിസ് വാസ് വൺ ഓഫ് ലൈക്ക് ഡ്രീം കൈൻഡ് ഓഫ് തിങ്. ലൈക്ക് ഓക്കെ, യങ് പിള്ളേർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു, ദേ ആർ എക്സ്പ്ലോറിങ് ഓൾ ദീസ് തിങ്സ് എന്നുള്ളത്. സോ താങ്ക് യു ആഗത. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തതിൽ. സാധാരണ ജനറൽ സ്റ്റഡീസ് ഞങ്ങളുടെ സിലബസിന്റെ ഭാഗമായിട്ടൊക്കെ പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൂടുതൽ സംഭവിക്കാറുള്ളത് അക്കാഡമിഷ്യൻസ് വളരെ തിയറട്ടിക്കൽ ആയിട്ടുള്ള ജാർഗൻസ് പറഞ്ഞു പോവുകയല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഡിസ്കഷൻ ഒരു സാധ്യത ഇല്ലാതെ പോകുന്നുണ്ട്. മാം ആദ്യം തന്നെ പറഞ്ഞു, ഡിസ്കഷൻ ആണ് ഇങ്ങനത്തെ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ജെൻഡർ സ്റ്റഡീസിന് ഏറ്റവും കൂടുതൽ അർത്ഥവത്താക്കും. നമ്മൾ പ്രാക്ടിക്കലി അത് എത്രത്തോളം കൊണ്ടുവരുന്നു എന്നുള്ളത് മാം പറയുന്നതിൽ നിന്ന് ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു ഇത്രയും പ്ലസന്റ് ആയിട്ട് ഒരു ക്ലാസ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അബൌട്ട് ദ ജെൻഡർ സ്റ്റഡീസ്. അത് ഒത്തിരി സന്തോഷം മാം അത് കേൾക്കാൻ. എനിക്ക് തോന്നുന്നു ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് മാം ജെൻഡർ സ്റ്റഡീസിന്റെ എല്ലാ മേഖലകളെ തന്നെ ഒന്ന് തൊട്ട് കടന്നു പോകാൻ മാമിന് സാധിച്ചു. പിന്നെ മാം എനിക്ക് ഒരു ചെറിയ സംശയം കൂടെ ഉണ്ട്. മാം നേരത്തെ പറഞ്ഞു ലേണിംഗ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള സാധ്യത. അപ്പൊ മാമിന്റെ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അത് ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതോ അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്ന് കൂടി അറിയുകയാണെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം, ഇങ്ങനെ ഒരു ക്ലാസ് മാം എടുത്തതിലും മാമിനെ ഇൻവൈറ്റ് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ജിജി സാറിനും സെന്റ് മേരീസ് കോളേജിനും ഇത്ര മനോഹരമായി ജെൻഡർ സ്റ്റഡീസിൽ ആദ്യമായി ഒരു ക്ലാസ് കേൾക്കാൻ സാധിച്ചതിനും മാമിനും പ്രത്യേക സന്തോഷം. ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. Thank you. I hope this is not the first last time we are seeing. ഞാൻ ഇവിടെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കോഴ്സസ് ഉണ്ട്. അതുപോലെ എവർ സിൻസ് ഞാൻ ജിജി സാറിനോട് സംസാരിച്ചപ്പോൾ മുതൽ ഓൾറെഡി ഐ സ്റ്റാർട്ട് ടോക്കിംഗ് വിത്ത് മൈ പ്രൊഫസേഴ്സ് ഹിയർ, വാട്ട് ക്യാൻ വി ഡു ദെയർ. സോ ഇവിടെ കാര്യങ്ങൾ കുറച്ച് സമയം എടുക്കും, പക്ഷേ ഇറ്റ് ഈസ് ഓൾറെഡി അണ്ടർ വർക്ക്. ഐ എം ലുക്കിംഗ് അറ്റ് വേസ് ടു ഡു ലിറ്റിൽ ബിറ്റ് ഓഫ് ബ്രിഡ്ജിങ് ആൻഡ് ഡൂയിങ് മോർ. So we will be in touch. Thank you for your kind words. It was great. I wish, we could, maybe next time what I would suggest is I could send a Zoom link. If everybody has internet, then that may be a little bit more easier. Because there was connection issues and I couldn't even show my PowerPoint. All right. Thank you so much. And you all have a great evening. ഞങ്ങൾക്ക് ഇവിടെ രാവിലെ 9:30 ആയതേ ഉള്ളൂ. So it's morning. Thank you, ma'am. Thank you so much. Thank you. And thank you, Agnes. Thank you. Thank you. All right. Bye. Thanks. Bye.